ഹേ ഗായ്സ്, ഹാപ്പി ദിവാലി ടു യു ഓൾ. അപ്പോൾ ഈ ഒരു ദിവാലി നമുക്ക് വളരെ സ്പെഷ്യൽ ആക്കിയാലോ. നമ്മുടെ ചോളപ്പൊട്ട് പൊടിയില്ലേ, ചോളത്തിൻ്റെ പുട്ടുപൊടിയും കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ലഡു തയ്യാറാക്കാം കേട്ടോ. വായിലിട്ട് അലിഞ്ഞു പോകും, അത്രയ്ക്ക് സ്വാദിലാണ് നമ്മുടെ ഈ ഒരു ലഡു തയ്യാറാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. അപ്പം വേഗം വായോ, ഈ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലഡു നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോളത്തിൻ്റെ ലഡു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 2 കപ്പ് ചോളത്തിൻ്റെ പുട്ടുപൊടി എടുക്കാം കേട്ടോ. നമുക്ക് സാധാരണ നമ്മൾ പുട്ടൊക്കെ തയ്യാറാക്കുന്ന ചോളത്തിൻ്റെ പൊടി നമുക്ക് വാങ്ങാൻ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ സാധാരണ ചോളത്തിൻ്റെ പൊടി കിട്ടുവാണെങ്കിൽ അതാണെങ്കിലും വാങ്ങിയാൽ മതി കേട്ടോ. അതിൽ 2 കപ്പ് നമ്മുടെ ബൗളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം അതേ സെയിം അളവിൽ നമുക്ക് പാലും ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് 1 കപ്പ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 2 കപ്പ് നമ്മുടെ മീസിൻ്റെ ഈ ഒരു മാവിന് വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് പാലാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആ പാലും ആ ഒരു ചോളത്തിൻ്റെ പൊടിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റിനൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സി ജാർ എടുക്കാം. അതിലോട്ട് ഒരു 1/4 കപ്പ് ബാദാം ചേർത്ത് കൊടുക്കാം. ഒപ്പത്തിൽ തന്നെ ഒരു 1/4 കപ്പ് നമ്മുടെ കാഷ്യൂവും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് നട്ട്സാണ് താല്പര്യം അതൊക്കെ യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വക ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അധികം പൊടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഓയിൽ റിലീസ് ആവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്ചർ കാണിച്ചു തരാം. ലൈറ്റായിട്ടുള്ള തരിതരിപ്പുള്ള ആ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുത്തേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു മീസിൻ്റെ ആ ഒരു ബേസ് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊരു സ്പൂൺ വെച്ചോ ഒരു സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബേസ്. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ലഡുവിനുള്ള ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. സാധാരണ ബേക്കറിയിലൊക്കെ ഈ ഒരു 1/4 കപ്പിൻ്റെ പകരം 2 കപ്പ് തന്നെയാണ് അവർ നെയ്യ് എടുക്കുന്നത് കേട്ടോ. നെയ്യ് അധികം യൂസ് ചെയ്താണ് തയ്യാറാക്കുന്നത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ആദ്യം ചേർത്ത് ഈ ഒരു കടലമാവിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2 to 3 മിനിറ്റ് എടുത്തിട്ടുണ്ട് നമ്മളിത് റോസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മീസിൻ്റെ മിക്സ്ചർ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നെയ്യിലോട്ട് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു മീസിൻ്റെ ആ ഒരു പൊടി ഏകദേശം നന്നായിട്ട് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ്നെസ് ആയി കിട്ടും കേട്ടോ. നല്ലൊരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡിലോട്ടും മാറി കിട്ടും. അപ്പോൾ ആ ഒരു നമ്മൾ സാധാരണ ലഡു ഒക്കെ ബേസൻ്റെ, അതായത് കടലമാവ് കൊണ്ട് തയ്യാറാക്കുന്ന ലഡുവിൻ്റെ ആ ഒരു ടെക്സ്ചറിലോട്ട് ഇത് മാറി വരും കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു 10 to 15 മിനിറ്റ് നമുക്ക് ഈ നെയ്യിൽ തന്നെ നന്നായിട്ടൊന്ന് എന്താ പറയുക റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. അതായത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് നമ്മളെടുത്ത് ആ ഒരു ടെക്സ്ചറിലാണ് കിട്ടുന്നത്. ആദ്യം കുഴഞ്ഞ ബേസ് ആയിരിക്കും, വീണ്ടും നമ്മളത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം പൊടി ടൈപ്പാണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, അതായത് കാഷ്യൂനട്ടും ബാദാമും ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്ത് ആ ഒരു ചൂടത്ത് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒപ്പത്തിൽ തന്നെ ആ ഒരു ചൂടും കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സായി നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് വീണ്ടും നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സായി ഏകദേശം ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ ഈ ഒരു പൊടി റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അധികം ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തണുത്തതിന് ശേഷം, അതായത് അധികം ചൂടല്ല, നമ്മൾ കൈമേ പിടിക്കുന്ന ആ ഒരു ടെക്സ്ചർ വരെ നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൈമേ പിടിക്കുന്ന പാകത്തിൽ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ പഞ്ചസാര ചേർത്ത് അതിലോട്ട് നമുക്ക് ഒരു 4 to 5 ഏലക്കായുടെ കുരു നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജാതിക്കായുടെ ആ ഒരു ബേസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചതിന് ശേഷം
അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ഭാഗം നമുക്ക് ഒരു ചെറിയ പീസ്, തീരെ അധികം വലിയതല്ല, തീരെ കുഞ്ഞൊരു പീസസാണ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വക ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കൂ, നന്നായിട്ടൊന്ന് പൊടിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് ആ ജാതിക്കയുടെ ഒരു മിക്സും എല്ലാം ആകുമ്പോഴത്തേക്കിന്. നമുക്ക് ആ ഒരു പൊടി നമ്മുടെ ഈ ഒരു മീസിൻ്റെ പൊടിയിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഈ വക എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ആ ഒരു ബേസ് തന്നെ തൊടുമ്പോൾ പറയാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് ലഡുവിൻ്റെ വലുപ്പത്തിൽ നമുക്ക് ഇതെല്ലാം ലഡുവായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബോൾ പോലെ നല്ല സോഫ്റ്റായി കാണുമ്പോൾ തന്നെ നമ്മുടെ ബൂന്തിയുടെ ലഡു അല്ലെങ്കിൽ മോത്തിച്ചൂർ ലഡുവിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് ഇട്ടിരിക്കുന്നത്. ടേസ്റ്റും അതുപോലെയാണ് കേട്ടോ, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അതാ ഇതുപോലെ ഓരോ ലഡു എല്ലാം തയ്യാറാക്കിയതിന് ശേഷം നമ്മുടെ പെർഫെക്റ്റ് ടേസ്റ്റി ആയിട്ടുള്ളൊരു മെയ്സും കൊണ്ട് തയ്യാറാക്കുന്നത്, അതായത് മെയ്സ് ചോളത്തിൻ്റെ പൊടിയും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, വളരെ സോഫ്റ്റാണ് നമ്മുടെ ഈ ഒരു ടെക്സ്ചർ. നോക്കിക്കോളൂ, ആ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ലഡു തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു നമ്മുടെ മെയ്സും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ലഡുവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു for watching and once again wish you all a happy Diwali.